പ്രിയമുള്ളവരെ, ഞാൻ 2-3 ദിവസം മുന്നിട്ട പോസ്റ്റിനെ പലരും എന്താണ് വിഷയമെന്നും എന്താണ് കേസും സംബന്ധമായ കാര്യങ്ങൾ എന്താണെന്നും പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്കും തോന്നി. ഒന്നാമതായി, ഇത് പല നാടുകളിലും നടക്കുന്ന ഒരു സംഭവമാണ് ഈ അയൽപക്കമായ തർക്കം. ആ തർക്കങ്ങൾ വളരെ കയ്യാങ്കളിയും മറ്റുമായി മുന്നോട്ട് പോകാതെ നിയമപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോയി അതിനൊരു പരിഹാരം കാണുക എന്നത് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോയുമായി ഇപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിലെ കിണർ ഒരു കഴിഞ്ഞ മഴക്കാലത്ത് മഴ വന്നതോടുകൂടി കിണർ ഇടിഞ്ഞിരുന്നു. ഈ കിണർ മഴയെല്ലാം മാറി ഈ വർഷം ഏകദേശം 2-3 മാസം മുന്നേ കിണറിന് പണിക്കാർ വരികയും ആ കിണറ്റിലെ മണ്ണെടുത്ത് ഞങ്ങളെ പറമ്പിലിട്ടു. ഞങ്ങളെ പറമ്പിൽ സൈഡിൽ കൂട്ടിയിട്ടു. ഉടനെ തന്നെ ഇദ്ദേഹം പിറ്റന്നാ പോയിട്ട് പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയാണ്. ഈ പഞ്ചായത്തിൽ പരാതി കൊടുക്കുന്നത് വീട്ടിലെ മണ്ണും ചെളിയും ഒക്കെ ആളെ വീട്ടിലേക്ക് ഒലിച്ചു പോയി എന്നുള്ള രീതിയിലാണ് പഞ്ചായത്തിന് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു പല രാഷ്ട്രീയക്കാരോടും സംസാരിച്ചൊരു രാഷ്ട്രീയ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്നേ ദിവസത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടേക്ക് മണ്ണോ ചെളിയോ പോയിട്ടില്ല. അത് ആ ഡേറ്റിലെ വീഡിയോ എൻ്റെ കൈവശമുണ്ട്. അങ്ങനെ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്താൽ, ഒരാൾ പരാതി കൊടുത്താൽ ആദ്യം ആ പരാതി സെക്രട്ടറി കൈമാറി അവിടുത്തെ ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിക്കേണ്ട ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇയാളെ വീട്ടിലേക്ക് ചെളിയും മണ്ണൊക്കെ ഒലിച്ചു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെള്ളം നമ്മളെ വീട്ടിൽ നിന്ന് പറമ്പ് ഒലിച്ചു വന്നിട്ടാണ് ഈ വഴി പ്രശ്നം വരുന്നത്. ഈ ഒരു ഇറക്കമുള്ള ഒരു സ്ഥലം, ഒരു വഴി, അതിലേക്ക് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം താഴത്തേക്കല്ലേ പോവുക, മുകളിലേക്ക് വരില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സാമാന്യ ബുദ്ധി മാത്രം മതി എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രസിഡൻ്റ് അത് നേരെ ലീഗൽ അതോറിറ്റി സർവീസ് അവർക്ക് കൈമാറി. ആ പരാതി ഇവിടെ സെക്രട്ടറിക്കോ പഞ്ചായത്തിനോ അത് കൈമാറി കൃത്യമായി അന്വേഷിച്ച് നടപടി എടുക്കേണ്ടതിന് പകരം വക്കീൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുമല്ലോ. വക്കീലെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുമല്ലോ. അപ്പോൾ എനിക്ക് ആലങ്കോട് പഞ്ചായത്തിൽ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വളണ്ടിയർ വിളിക്കുകയും നിങ്ങൾക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിങ്ങൾ പഞ്ചായത്തിൽ വരണമെന്ന് അറിയിച്ചതിന് പക്ഷം ഞാൻ പഞ്ചായത്തിൽ പോയി. അപ്പം ഞാനും എതിർകക്ഷിയും ലീഗൽ സർവീസ് അതോറിറ്റി വളണ്ടിയറും വക്കീലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസൊന്നും തന്നില്ല ചോദിച്ചു. ഇല്ല, നോട്ടീസ് തന്നിട്ടില്ല, എന്നെ അങ്ങനെ പരാതി കിട്ടി അതിൻ്റെ ബോധ്യത്തിൽ എന്നെ വിളിച്ചതാണെന്ന് രീതിയിൽ സംസാരിച്ചു. ചെളിവെള്ളം വന്ന് മണ്ണ് കിണറെടുത്തതിൻ്റെ ചെളി ഒഴിച്ചു വന്നു എന്നുള്ള രീതിയിലൊക്കെ ആ പരാതിയിൽ എഴുതിയിരിക്കുന്നത്. നമ്മളെ പിന്നെ കിണർ പെട്ടെന്ന് മണ്ണെടുത്താൽ അത് നമ്മളെ പറമ്പിലാണ്, അത് ഒലിച്ചു വന്നിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇവരെ പറമ്പിലേക്ക് ഒലിച്ചു വന്നതിൻ്റെ വല്ല തെളിവുണ്ടോ ചോദിച്ചു. ഇയാൾ നമ്മളെ വീട്ടിൽ കയറിയിട്ട് നമ്മളെ കൂട്ടിയിട്ട മണ്ണിൻ്റെ 2-3 ഫോട്ടോ കൊടുത്തിട്ട് ഇവരെ കാണിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഇല്ല, ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ മഴയൊക്കെ വരില്ല, അപ്പോൾ നിങ്ങൾ മാറ്റണം. ഞാൻ പറഞ്ഞ അത് മണ്ണ് കിണറ്റിൽ നിന്ന് മണ്ണെടുത്ത ഉടനെ നമ്മളവിടെ കൂട്ടിയിടും, ശേഷം അത് നല്ല ഭാഗത്തേക്ക് മാറ്റിയിടും. അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അതിന് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ രീതിയിൽ നമ്മൾ വലിയ കുറ്റക്കാരെന്ന നിലയിൽ സംസാരിക്കില്ലല്ലോ വേണ്ടത്. അങ്ങനെ വീണ്ടും ഞാൻ വിവരാവകാശം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അയച്ചു. ഒരു പരാതി കിട്ടിയിട്ട് എന്ത് നടപടി എടുത്തു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് 1 മാസം കഴിഞ്ഞിട്ട് മറുപടി ഇല്ലാത്തത് കൊണ്ട് മലപ്പുറത്തേക്ക് അപ്പീൽ അയക്കുകയും അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സ്പീഡിൽ
പഞ്ചായത്തിന് പിന്നെ മോശം വരുന്നതല്ല. ഒരാളെ വിളിച്ചിട്ട് അയാളെ ഭാഗത്താണ് തെറ്റ്, അയാൾ ആ തെറ്റ് തിരുത്തണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ വിവരാശം കൊടുത്തിട്ട് അതിൽ റിപ്പോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് എഴുതാൻ പറ്റില്ല. അവർ സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ ചെയ്താൽ അത് പഞ്ചായത്തിന് പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പഞ്ചായത്തിലെ ക്ലർക്ക് അതിലെഴുതിയിരിക്കുന്നു, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം ഒലിച്ചു വന്നു, ഈ റോഡൊക്കെ നാശമായി, അപ്പോൾ ഞാൻ മതിൽ കെട്ടിയിട്ട് ആ വെള്ളം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കി വിടണം എന്നുള്ള രീതിയിൽ. അവിടെ പൊതുസ്ഥലം, എവിടെ പൊതുസ്ഥലം എന്നുള്ളത് അത് അവർ കാണിക്കേണ്ട കാര്യമാണ്. എവിടെ പൊതുസ്ഥലം എന്നുള്ളത് എല്ലാ ഭാഗത്തും ഓരോ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, അത് വേറെ കാര്യം. ഇതാണ് വിഷയം. അപ്പോൾ എനിക്കെതിരെ എതിരെ എഴുതി റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് എനിക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് ഞാൻ തിരുവനന്തപുരത്തേക്ക് പരാതിയായിട്ട് എഴുതി കൊടുത്തു. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് മലപ്പുറത്തെ ഉദ്യോഗസ്ഥർക്ക് ആ പരാതി കൃത്യമായി അന്വേഷിച്ച് അതിന് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടും ആ നടപടി എടുത്തത് എന്നെ വിളിച്ചറിയിക്കണം എന്നാണ് എൻ്റെ ആ കത്തിലുള്ളത്. ഇതിനൊക്കെ വ്യക്തമായ തെളിവുകളോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറേക്കോ അല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് വഴിയോ അയച്ചാൽ ഞാൻ എല്ലാ കൃത്യമായ തെളിവുകളും പൊതുസമൂഹത്തെ കാണിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ വിഷയം പൊതുസമൂഹത്തോട് പറയുന്നത്, നിങ്ങളെ നാട്ടിലും ഇതുപോലെ വിഷയങ്ങളുണ്ടാവും, അതിർത്തി തർക്കവും അതുപോലെ വഴിത്തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും പരസ്പരം തല്ലിനും വഴക്കിനും പോകാതെ നിയമപരമായ വഴികൾ തേടി നമ്മൾ മുന്നോട്ട് പോകണം എന്നും കൂടി ഇതോടുകൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ വീഡിയോ.